വ്യത്യസ്ത രീതിയിലുള്ള 3 അണക്കെട്ടുകൾ, 60 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരൊറ്റ ജലസംഭരണി, 5000 മീറ്ററിലധികം നീളമുള്ള തുരങ്കം, ഭൂഗർഭ വൈദ്യുത നിലയം എന്നിങ്ങനെ വിവിധ സവിശേഷതകളാൽ ശ്രദ്ധേയമാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതി. 1919 ഇറ്റലിക്കാരനായ ജേക്കബ് എന്ന ഒരു എഞ്ചിനീയർ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇടുക്കിയിൽ ഒരു അണ കെട്ടാനുള്ള സാധ്യതയെക്കുറിച്ച് ആദ്യമായി പരാമർശിച്ചു കാണുന്നത്. ആ റിപ്പോർട്ട് തിരുവിതാംകൂർ ഗവൺമെന്റ് പരിഗണിച്ചില്ല. പിന്നീട് മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന W.J. ജോൺ 1922 ഇടുക്കി കണ്ടെത്തി. നായാട്ടിന് അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന കരുവെള്ളായൻ കൊലുമ്പൻ എന്ന ആദിവാസിയാണ് ഇടുക്കി ചൂണ്ടിക്കാട്ടിയത്. കുറവൻ, കുറത്തി എന്നിങ്ങനെ അറിയപ്പെടുന്ന 2 മലകൾ പാദങ്ങൾ തമ്മിൽ പരസ്പരം തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ഉയർന്നു നിൽക്കുന്നു. അത്ഭുതകരമായ ആ ഇടുക്കിലൂടെ പെരിയാർ കുതിച്ചൊഴുകുന്നു. ഇവിടെ ഒരു അണക്കെട്ട് നിർമ്മിക്കുക എളുപ്പമാണെന്നും അതിൽ നിന്നും ജലസേചനവും വൈദ്യുതോൽപാദനവും സാധിക്കുമെന്നും മലങ്കര ജോൺ സഹോദരനും എഞ്ചിനീയറുമായ ശ്രീ P.J. തോമസിന്റെ സഹായത്തോടെ 1932 തിരുവിതാംകൂർ ഗവൺമെന്റിനെ അറിയിച്ചു. വീണ്ടും 1935 അസംബ്ലി മെമ്പറായിരുന്ന ശ്രീ A.K. നാരായണപിള്ള ഇടുക്കിക്കാര്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. തിരുവിതാംകൂർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിരുന്ന ജോസഫ് ജോൺ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. പെരിയാറിനെയും ചെറുതോണിയെയും ബന്ധിപ്പിച്ച് അണ കെട്ടുകയും ആറക്കുളത്ത് പവർ ഹൗസ് സ്ഥാപിക്കുകയും ചെയ്യാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. 1956 സമഗ്രമായ അന്വേഷണ പഠനം നടത്തപ്പെട്ടു. 1957 കേന്ദ്ര ജലവൈദ്യുത കമ്മീഷൻ അന്വേഷണ പഠനം നടത്തി. ആധുനിക രീതിയിലുള്ള രൂപസംവിധാനം ഇടുക്കിക്ക് നൽകപ്പെടുന്നത് 1961 അതിന് 1963 പ്ലാനിംഗ് കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചു. ഇടുക്കിയുടെ സാമ്പത്തിക ചുമതല കേരള സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡ് ഏറ്റെടുത്തു. 1966 ഇടുക്കിക്ക് കൊളംബോ പദ്ധതി പ്രകാരം കാനഡ സഹായ വാഗ്ദാനം നൽകി. 1967 ഇന്ത്യയും കാനഡയും ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവെച്ചു. കാട് വെട്ടിത്തെളിക്കുക, റോഡുകളും പാലങ്ങളും നിർമ്മിക്കുക, സർവേ നടത്തുക തുടങ്ങിയ ജോലികൾ 1962 ആരംഭിച്ചിരുന്നു. 1966 ആയപ്പോൾ ആധുനിക ഇടുക്കി പദ്ധതിയുടെ എല്ലാ അംശങ്ങളെ സംബന്ധിച്ചും വ്യക്തമായ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞിരുന്നു. പെരിയാറിന് ഇടുക്കിയിലും അതിന്റെ പോഷക നദിയായ